നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. നടന്ന കാര്യങ്ങളെല്ലാം അതേപോലെ പറഞ്ഞ ഹനുമാന്റെ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ അത്യധികം സന്തുഷ്ടനായി സമുചിതമായ മറുപടി അരുളി ചെയ്തു. ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് മാരുതി നിർവഹിച്ചിട്ടുള്ളത്. ഭൂമിയിലുള്ള ഒരാൾക്കും ചെയ്യുവാൻ കഴിയാത്തതാണ് അത്. എന്തിന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്തത്. കര കാണ കടൽ ചാടിക്കടക്കുവാൻ തക്കൊരുവനെ ഞാൻ കാണുന്നില്ല. ഗരുഡനും വായുവിനും നിഷ്പ്രയാസം സാധിക്കുന്നതായിരിക്കും. മൂന്നാമതൊരാൾ ഈ ആഞ്ജനേയനാണ് എന്ന തീർച്ച. ലങ്കാരാജ്യം രാക്ഷസേശ്വരനായ രാവണനാൽ സുരക്ഷിതമാണ്. അവിടേക്ക് കടക്കുവാൻ ദേവന്മാർ, അസുരന്മാർ, ഉരകേന്ദ്രന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, ദൈത്യന്മാർ തുടങ്ങിയ ഒരുവർക്കും സാധിക്കുന്നതല്ല. അവിടെ ചെന്ന് ജീവനും കൊണ്ട് മടങ്ങുവാൻ ശക്തിയുള്ളവർ ആരുണ്ട്? അഥവാ ദുർജയ രാക്ഷസന്മാരാൽ സുരക്ഷിതമായ ലങ്കയിലേക്ക് ആർക്ക് പ്രവേശിക്കുവാൻ കഴിയും? ബലപരാക്രമങ്ങളിൽ ഹനുമാന് യോജിച്ചൊരുവൻ അല്ലാതെ അവിടെ കടക്കുക ആലോചിക്കുവാൻ പോലും സാധ്യമല്ല. സുഗ്രീവനു വേണ്ടി ഹനുമാൻ സാധിച്ചത് വൻ കാര്യമാണ്. ഉത്തമ ഭൃത്യന്മാർക്കല്ലാതെ വിക്രമോചിതമായ ആശ്രബലത്തെ ഇങ്ങനെ വ്യക്തമാക്കുവാൻ കഴിയില്ല. സ്വാമിയാൽ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യം ദുഷ്കരമാണെങ്കിലും നിർവ്യാജ ഭക്തി കൊണ്ട് ചെയ്തു തീർക്കുന്നവനാണ് പുരുഷന്മാരിൽ ഉത്തമൻ. ഉത്സാഹിയും ശക്തനുമാണെങ്കിലും രാജാവിൻ്റെ പ്രിയമാകത്തക്ക വിധം കാര്യങ്ങൾ നിർവഹിക്കാത്ത ഭൃത്യൻ മധ്യമൻ. രാജാജ്ഞ പ്രകാരം ഉള്ളവ ഉത്സാഹിയും സുബലനുമായ ഭൃത്യൻ സശ്രദ്ധം ചെയ്യാതിരുന്നാൽ അവൻ അധമനാകുന്നു. സീതാന്വേഷണത്തിനു വേണ്ടി അയക്കപ്പെട്ട ഹനുമാൻ ചെയ്യേണ്ടതെന്തോ അതെല്ലാം ഭംഗിയായി ചെയ്തു. ദേവിയെ കണ്ടതിനാൽ സ്വാഭിമാനത്തെ നിലനിർത്തി. സുഗ്രീവന് സന്തോഷമേറ്റി. എനിക്കും മഹാബലശാലിയായ ലക്ഷ്മണനും പ്രസിദ്ധിയാർജിച്ച രഘുവംശത്തിനും ധർമ്മരക്ഷയേകി. ദുഃഖനിമഗ്നമായ എൻ്റെ ഹൃദയത്തെ ഈ വർത്തമാനം തരളിതമാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയം ഓതുന്നവർ അനേകമുണ്ട്. എന്നാൽ ഹനുമാനെ പോലെ പ്രിയം ചെയ്യുന്ന ഒരു ജീവി ഉണ്ടാകുകയില്ല. ഇതിനു തക്ക ഒരു പ്രതിഫലം മറ്റൊന്നുകൊണ്ടും സാധിക്കുകയില്ല. എൻ്റെ സർവസ്വവും പ്രദാനം ചെയ്യുന്ന ഒരു ആലിംഗനം മഹാത്മാവായ ഹനുമാന് കൊടുക്കുന്നു. പുരുഷോത്തമനായ രാഘവൻ ഇത്രയും പറഞ്ഞ് രോമാഞ്ചത്തോടെ വായുപുത്രനെ കാര്യം യഥേഷ്ടം സഫലമാക്കിയ ശ്രീ ഹനുമാനെ ഗാഢമായി ആലിംഗനം ചെയ്തു. മഹാപ്രഭുവായ ദാശരഥി അല്പമൊന്ന് ചിന്തിച്ചു. സുഗ്രീവൻ കേൾക്കത്തക്ക വിധം ഇപ്രകാരം വീണ്ടും തുടർന്നു. സീതാന്വേഷണം സർവ്വവിധവും നന്നായി ചെയ്തു കഴിഞ്ഞു. എന്നാൽ അപാരമായ സാഗരം വിലങ്ങുതടി പോലുള്ളത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത കിട്ടുന്നില്ല. വാനരപ്പടകളോടുകൂടി നാം എങ്ങനെയാണ് കര കാണാത്തതും അത്യഗാധം ആയതുമായ സമുദ്രത്തിൻ്റെ തെക്കേ കരയിൽ എത്തിച്ചേരുക? വൈദേഹി വൃത്താന്തം വ്യക്തമായി എന്നോട് പറഞ്ഞു. പക്ഷേ സാഗര തരണത്തിന് എന്താണൊരു ഉപായം ഉള്ളത്? കൂപ്പുകൈകളോടെ മുന്നിൽ നിന്ന മാരുതിയോട് ഇപ്രകാരം അരുളി ചെയ്ത ദേവൻ ശത്രുസംഹാര സ്വരൂപനും മഹാഭുജനുമായ ശ്രീരാമചന്ദ്രൻ ദുഃഖനിമഗ്നനെന്ന നിലയിൽ ധ്യാനിച്ചിരുന്നു. അഴലിൽ ആണ്ട ദശരഥനന്ദനോട് ആശ്വാസമേകത്തക്ക വാക്കുകൾ വാനരരാജ സുഗ്രീവൻ പറഞ്ഞു. പ്രഭോ, നിസാരനായൊരുവനെ പോലെ വീരവീരനായ അവിടുന്ന് ദുഃഖിക്കുകയോ? കൃതജ്ഞൻ സ്നേഹത്തെ എന്ന പോലെ അവിടുന്ന് വ്യസനത്തെ വെടിയൂ. മാത്രമല്ല, ദുഃഖിക്കുവാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നുമില്ല. ദേവിയുടെ വർത്തമാനം അറിഞ്ഞു ശത്രുവിൻ്റെ വസതി മനസ്സിലായി. അവിടുന്നാകട്ടെ സർവശാസ്ത്ര പാരംഗതനും അപാര പണ്ഡിതനും അതിബുദ്ധിമാനും മഹാവിജ്ഞനുമാണ്. ഇത്തരം ചിന്തകളെല്ലാം കളയൂ. മോക്ഷത്തിന് തടസ്സമായതിനെ ഉത്തമനായ ഒരു യോഗി ഉപേക്ഷിക്കണം. അതുപോലെ ഈ നിസാര ചിന്ത കളയൂ. വൻ മുതലകൾ നിറഞ്ഞ കൊടും കടൽ കടന്ന് ലങ്കാരാജ്യത്തിൽ കയറാം. നമ്മുടെ ശത്രുവായ രാവണനെ നിഗ്രഹിക്കാം. മാലാണ്ട് ഉത്സാഹം നശിച്ച് ഇത് കർത്തവ്യത മൂഢനായൊരുവൻ്റെ കാര്യങ്ങളെല്ലാം നശിക്കുക മാത്രമല്ല, ആപത്ത് വന്ന് ചേരുക കൂടി ചെയ്യും. നമ്മുടെ വാനരശ്രേഷ്ഠന്മാർ എല്ലാവരും ഒരുപോലെ ശൂരന്മാരും സമർത്ഥന്മാരുമാണ്. അവിടത്തേക്ക് വേണ്ടി അഗ്നിപ്രവേശം വേണ്ടി വന്നാലും സസന്തോഷം ചെയ്യുവാൻ ഒരുങ്ങിയ ഇവരുടെ സ്നേഹത്തിൽ പരിപൂർണ വിശ്വാസമുണ്ട്. മഹാപാപം ചെയ്ത രാവണനെ യുദ്ധത്തിൽ മഹാപരാക്രമിയായ അവിടുന്ന് നിഗ്രഹിക്കും. ദേവിയെ കൊണ്ടുപോരും. അതിനുള്ള മാർഗത്തെപ്പറ്റി ചിന്തിക്കണേ.
ചിറകെട്ടി വേണം നമുക്ക് രാക്ഷസേശ്വരപുരിയിൽ എത്തുവാൻ. അതിനു വേണ്ടത് അവിടുന്ന് ചെയ്യണം. ത്രികൂടാശൈലത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാനഗരത്തെ കാണുന്ന മാത്രയിൽ തന്നെ യുദ്ധത്തിൽ ദശഗ്രീവൻ ഹതനായി എന്ന് തീർച്ചയാക്കാം. വരുണാലയമായ ഘോരസാഗരത്തിൽ ചിറകെട്ടാതെ ലങ്കയെ മർദ്ദിക്കുവാൻ ഇന്ദ്രനോട് കൂടിയ ദേവാസുരന്മാർക്ക് പോലും സാധ്യമല്ല. ലങ്കാ സമീപത്തേക്ക് സേതു ബന്ധിച്ചു കഴിഞ്ഞാൽ വാനര സൈന്യം അവിടെ എത്തിയെന്നും രാക്ഷസന്മാരെ മുഴുവൻ വിജയിച്ചുവെന്നും തീർച്ചപ്പെടുത്താം. ഈ കപീന്ദ്രന്മാർ കാമരൂപം ധരിക്കുന്നവരും യുദ്ധത്തിൽ അതിശൂരന്മാരുമാണ്. അതുകൊണ്ട് പ്രഭോ, എല്ലാം നശിപ്പിക്കുന്ന വൈവശം അവിടത്തേക്ക് ഉണ്ടാകരുതേ. ദുഃഖം മനുഷ്യൻ്റെ ശൂരതയെ നശിപ്പിക്കും. ഉത്തമനായൊരു മനുഷ്യൻ ശൂരത കൊണ്ട് ചെയ്യേണ്ടതെന്തോ അതാണ് അവിടുന്ന് ഇപ്പോൾ സ്വീകരിക്കേണ്ടത്. അത് പെട്ടെന്ന് ചെയ്യേണ്ടതുമാണ്. എന്നാൽ അതൊരു ഭൂഷണമായേ വന്നു ചേരുകയുള്ളൂ. അമേയ ബുദ്ധിമാനാണ് അവിടുന്ന്. ധൈര്യവും പൗരുഷവും സ്വീകരിക്കൂ. അവിടുത്തെ പോലെയുള്ള മഹാത്മാക്കൾ എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ദുഃഖത്തിന് അടിമപ്പെടുകയോ മറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്തൊരു വസ്തുവിനെ മഹാനായ ഒരുവൻ അന്വേഷിക്കുമോ? അതുകൊണ്ട് വിജ്ഞന്മാരിൽ വിജ്ഞനും സർവശാസ്ത്രജ്ഞനുമായ അവിടുന്ന് എന്നെപ്പോലെയുള്ള മന്ത്രിമാരോടുകൂടി ശത്രുവിനെ ജയിക്കുക. 3 ലോകങ്ങളിലുമുള്ള ഏതൊരുവനെയും ചാപമേന്തിയ അവിടുത്തെ മുന്നിൽ നേരിട്ട് നിൽക്കുവാൻ ഞാൻ കാണുന്നില്ല. അവിടുന്ന് ഏതൊരു കാര്യം വാനരന്മാരെ കൊണ്ട് സാധിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവോ ആ കാര്യത്തിന് ഉടവ് വരുന്നതല്ല. അവിടുന്ന് അതിവേഗത്തിൽ അതിരറ്റ ആഴിയെ കടന്ന് ദേവിയെ കാണും. ദുഃഖഭാവം മതിയാക്കൂ. മഹാരാജാവായ അവിടുന്ന് അരിശമാണ് സ്വീകരിക്കേണ്ടത്. അനങ്ങാതെ സ്വസ്ഥനായിരിക്കുന്ന ക്ഷത്രിയൻ മന്ദനാണ്. പരാക്രമശാലിയെ ഏതൊരുവനും ഭയപ്പെടും. നദീപതിയായ ഭാരതിയെ ഞങ്ങളോടൊപ്പം കടക്കുവാനുള്ള വഴിയെ ഗാഢമായി ചിന്തിക്കൂ. വാനരപ്പട സമുദ്രം കടന്നാൽ അസുരന്മാരെ ജയിച്ചു എന്ന് തീർച്ചപ്പെടുത്താം. കാമരൂപികളായ വാനരന്മാർ യുദ്ധത്തിൽ അമിത പരാക്രമം ഇയന്നവരാണ്. കല്ലും മരവും വർഷിച്ച് ശത്രുക്കളെ ഇവർ ഒടുക്കിക്കളയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നാം വരുണാലയത്തെ കടക്കണം. എൻ്റെ മനക്കണ്ണ് കാണുന്നത് ആ ദുഷ്ടനായ ദശാനനൻ പോരിൽ ഹതനായി എന്നാണ്. ശത്രുഞ്ജയ, ഏതു പ്രകാരത്തിൽ നോക്കിയാലും അവിടുന്ന് വിജയിയാണ്. അതിൻ്റെ നിമിത്തങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിന് നിസ്സീമമായ സന്തോഷമാണ് തോന്നുന്നതും. ശേഷം ചരിത്രം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.